ഹലോ എവ്രിവൺ, വെൽക്കം ടു സെലക്ട് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും കമ്പനി ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PSC പരീക്ഷകളിൽ ഏറ്റവും അധികം ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്. ഏറ്റവും അധികം കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ടാകും. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്ന കുറച്ച് മേജർ ഹെഡ്ലൈൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇന്ത്യ ഓവർടേക്സ് ജപ്പാൻ ടു ബിക്കം ദ വേൾഡ്സ് ഫോർത്ത് ലാർജസ്റ്റ് ഇക്കോണമി, നിതി ആയോഗ് CEO. ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ. GDP 4.187 ലക്ഷം കോടി US$. അപ്പം പലർക്കും ഇപ്പൊ തന്നെ ഗസ് ചെയ്തിട്ടുണ്ടാവും. അതെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന ടോപ്പിക്കാണ്. എന്താണ് GDP? ഗ്രോസ് എന്ന് പറയുന്നത് മൊത്തം, അതായത് ടോട്ടൽ വാല്യൂവിനെയാണ് നമ്മൾ ഗ്രോസ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ ഒരു രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും മണി വാല്യൂവിനെയാണ് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഒന്ന്, മണി വാല്യൂ. രണ്ട്, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിംഗ് എ സ്പെസിഫൈഡ് പീരീഡ്. അപ്പൊ എന്താണ് മണി വാല്യൂ എന്ന് പറയുന്നത്? ഒരു സാധനത്തിന്റെ മണി വാല്യൂ എന്ന് പറയുന്നത് ആ സാധനത്തിന്റെ പ്രൈസ് തന്നെയാണ്. ഈ പേനയുടെ മണി വാല്യൂ എന്ന് പറയുന്നത് 10 രൂപയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ഈ പേനയുടെ വില 10 രൂപയാണ് എന്നുള്ളതാണ്, അല്ലെ? അപ്പം അതാണ് മണി വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്? അതായത് നമുക്ക് രണ്ട് പേര് ഒരു കടയിൽ ചെന്ന് ഓരോ കിലോ പാല് വെച്ച് വാങ്ങിച്ചു. ആ പാല് ഞാനും എൻ്റെ കൂട്ടുകാരിയാണെന്ന് വയ്ക്കുക, ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി കടയിൽ പോയി ഓരോ ലിറ്റർ പാല് വീതം വെച്ച് വാങ്ങിച്ചു. ഞാൻ കൊണ്ടുവന്ന ആ 1 ലിറ്റർ പാല് തന്നെ ആക്കി ചായ ഉണ്ടാക്കുകയോ പാലായിട്ട് കുടിക്കുകയോ എന്തെങ്കിലും ചെയ്തു. എൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ ആ 1 ലിറ്റർ പാല് കൊണ്ട് പേട ഉണ്ടാക്കി വിറ്റു. ഇവിടെ GDPയിലേക്ക് എടുക്കുമ്പം എൻ്റെ 1 ലിറ്റർ പാലിന്റെ വിലയും 1 ലിറ്റർ പാലിന് 10 രൂപയാണെന്ന് വയ്ക്കാം. അപ്പൊ ഞാൻ 1 ലിറ്റർ പാല് വാങ്ങിച്ചപ്പോൾ എൻ്റെ ഈ 10 രൂപ, ഞാൻ കൊടുത്ത ഈ 10 രൂപയാണ് അവിടെ GDPയിലേക്ക് ആഡ് ചെയ്യുന്നത്. എൻ്റെ കൂട്ടുകാരി 1 ലിറ്റർ പാല് 10 രൂപയ്ക്ക് തന്നെ വാങ്ങിച്ചു. പക്ഷെ അവൾ എന്നിട്ട് അതുകൊണ്ട് പേടയാക്കിയാണ് 20 പേട ഉണ്ടാക്കി. ഒരു പേടയുടെ വില 5 രൂപയാണെങ്കിൽ 20 പേടയ്ക്ക് 20 × 5, അതായത് 100 രൂപ. ഇവിടെ 10 രൂപയല്ല അതിലേക്ക് ആഡ് ചെയ്യുന്നത്, പകരം 100 രൂപയാണ് ആഡ് ചെയ്യുന്നത്. 100 രൂപയാണ് ഇവിടുത്തെ GDPയിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ പാല് എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ച് മിൽക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫൈനൽ ഗുഡ് ആണ്. പക്ഷെ ഇവിടെ എന്താണ് ഫൈനൽ ഗുഡ്? ഇവിടെ മിൽക്ക് അല്ല. എൻ്റെ കൂട്ടുകാരെ സംബന്ധിച്ച് മിൽക്ക് അല്ല ഫൈനൽ ഗുഡ്, പകരം പേടയാണ്. അവള് പാല് കൊണ്ട് പേട ഉണ്ടാക്കിയാണ് വിറ്റത്. അപ്പൊ പേടയാണ് ഇവിടുത്തെ ഫൈനൽ ഗുഡ്. അപ്പൊ ആ പേടയുടെ വിലയാണ്, എത്ര പേടയാണ് അവൾ ഉണ്ടാക്കി സെൽ ചെയ്ത്, ആ പേടയാണ് ഇവിടുത്തെ ഫൈനൽ ഗുഡ്. ആ വാല്യൂ ആണ് ഇവിടെ GDPയിലേക്ക് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി. ഇവിടെ ഇവർക്ക് പാല് എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഗുഡ് ആണ്. ഇന്റർമീഡിയറ്റ് ഗുഡ്, അതായത് ഇടയിലുള്ള ഗുഡാണ്. പേട എന്തോ ഒരു ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ ഉപയോഗിച്ച ഒരു വസ്തു മാത്രമാണ് ഇവിടെ പാൽ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഡൊമസ്റ്റിക് ടെറിട്ടറി. എന്താണ് ഒരു കൺട്രിയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുന്നത്? ഇവിടെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കാരണം പലയിടങ്ങളിലും അത് ജോഗ്രഫിക് ടെറിട്ടറി എന്നല്ലെങ്കിൽ ജോഗ്രഫിക് ബോർഡേഴ്സ് എന്ന രീതിയിലാണ് അത് ഉപയോഗിച്ച് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയുടെ ജോഗ്രഫിക് ബോർഡേഴ്സ് ഏതൊക്കെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ത്യയുടെ ജോഗ്രഫിക് ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. കൊച്ചു ക്ലാസ്സസിൽ പഠിക്കുന്നതാണ് അല്ലെ? എല്ലാവരും ഓർക്കുന്നുണ്ടോ അതോ മറന്നുപോയോ? ഒരു നിമിഷം ആലോചിച്ച് നോക്കുക, എന്തൊക്കെയാണ് ഇന്ത്യയുടെ ജോഗ്രഫിക് ബോർഡേഴ്സ് എന്ന്. ഇന്ത്യയുടെ ജോഗ്രഫിക് ബോർഡർ എന്ന് പറയുമ്പോൾ അങ്ങ് ജമ്മു കാശ്മീർ മുതൽ ഇങ്ങ് ഇവിടെ ഒരു ഇന്ദിര പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടം വരെയാണ് അല്ലെ. ജമ്മു കാശ്മീർ ടു കന്യാകുമാരി എന്ന് പറഞ്ഞാലും അതിന്റെ താഴെ ഒരു ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ജമ്മു കാശ്മീർ മുതൽ ഇന്ദിര പോയിന്റ് വരെയും ഇവിടെ ഇങ്ങ് ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയും ഉള്ളതാണ് ഇന്ത്യയുടെ ജോഗ്രഫിക് ബോർഡേഴ്സ്. അത് മാത്രമാണോ ഇന്ത്യയുടെ ജോഗ്രഫിക് ബോർഡേഴ്സ് എന്ന് പറയുന്നത്? അല്ല. ഇങ്ങോട്ടുമുള്ള കടലിലെ 12 നോട്ടിക്കൽ മൈൽസ് വരെയും നമ്മുടെ ബോർഡേഴ്സിൽ പെടുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മീൻ പിടിക്കാനായിട്ട് കടലിൽ പോകുന്നവരെ ഇപ്പോഴും പാകിസ്ഥാന്റെ സൈന്യവും ശ്രീലങ്കൻ സൈന്യവും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ ന്യൂസ് പേപ്പറിലെല്ലാം വായിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണുള്ളത്? 12 നോട്ടിക്കൽ മൈൽസ് വരെ ഒരു രാജ്യത്തിന്റെ ജോഗ്രഫിക് ബോർഡർ ആണ്. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ അത് മറ്റൊരു രാജ്യത്തിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബോർഡേഴ്സും ആകും. അപ്പോൾ അതുകൊണ്ടാണ് 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ജോഗ്രഫിക് ബോർഡറിന്റെ അകത്ത് വരുന്ന റീജിയൻ ആണ്. അതുപോലെ തന്നെ ഈ ഇത്രയും റീജിയന് മുകളിലുള്ള എയർ ബൗണ്ടറി, അതും ഇന്ത്യയുടെ ജോഗ്രഫിക് ബോർഡറിന്റെ ഭാഗം തന്നെയാണ്. ഇനി ഇത് മാത്രമാണ് നമ്മുടെ ജോഗ്രഫിക് ബോർഡർ. നമ്മുടെ ഡൽഹി തന്നെ ഏകദേശം ഇവിടെ ആയിട്ട് വരുന്നു. ഡൽഹി, ഇവിടെ നമ്മുടെ തമിഴ്നാട് ചെന്നൈ ഇവിടെ ആയിട്ട് വരുന്നു. അപ്പൊ ഈ ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ നമുക്ക് ഒരുപാട് എംബസീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഡൽഹിയിലുള്ള ഒരു US എംബസി, ഇവിടെ ഉള്ളൊരു US എംബസി. ഈ US എംബസി ഇന്ത്യയുടെ ജോഗ്രഫിക് ബോർഡറിന്റെ അകത്ത് തന്നെ ആലോചിച്ച് നോക്കിക്കേ അല്ലെ.
ഇന്ത്യയുടെ ജോഗ്രഫിക് ബോർഡറിന്റെ അകത്ത് കിടക്കുകയാണ്. ഡൽഹിയിലാണ് നമ്മുടെ ഈ US എംബസി. പക്ഷെ അത് ശരിക്കും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഭാഗമാണോ? അല്ല. എന്തുകൊണ്ടാണ്? കാരണം അത് US-ന്റെ എംബസിയാണ്, അല്ലെ? US-ന്റെ എംബസിയാണ്. അതുകൊണ്ട് തന്നെ അത് US-ന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഭാഗമായിട്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ UAE-യുടെ ഒരു കോൺസുലേറ്റ് ഉണ്ട്, അല്ലെ? തിരുവനന്തപുരത്ത് ഒരു UAE കോൺസുലേറ്റ് ഉണ്ട്. ഈ UAE കോൺസുലേറ്റ് തിരുവനന്തപുരം എവിടെ കിടക്കുന്നത്? ഇന്ത്യയുടെ ജോഗ്രഫിക് ബോർഡറിന്റെ അകത്താണ് തിരുവനന്തപുരം കിടക്കുന്നത്. എന്നാൽ അത് നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഭാഗമാണോ ഈ UAE കോൺസുലേറ്റ് എന്ന് പറയുന്നത്? അല്ല. അത് UAE-യുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോ US-ല്, ഇത് US ആണെന്ന് വെക്കാം. US-ൽ ഇന്ത്യയുടെ ഒരു എംബസി ഉണ്ടല്ലോ, അല്ലെ? എല്ലാ രാജ്യങ്ങളിലും നമുക്കൊരു എംബസീസ് ഉണ്ട്, എംബസീസും കോൺസുലേറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഉള്ള ഒരു എംബസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഭാഗമാണ്. അത് US-ന്റെ ജോഗ്രഫിക് ബോർഡേഴ്സിനകത്താണെങ്കിൽ പോലും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഭാഗമാണ് US-ലുള്ള ഒരു ഇന്ത്യൻ എംബസി. അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റു രാജ്യങ്ങളിലുള്ള നമ്മുടെ എയർ ബേസസ്, മിലിറ്ററി ബേസസ്, കോൺസുലേറ്റ്സ്, ഓയിൽ റിഗ്സ്, ഇതെല്ലാം തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി. ഏത് രാജ്യത്തിന്റെയാണോ അത് ആ രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഭാഗമാണ് ഈ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം. അതായത് എയർ ബേസസ്, നേവൽ ബേസസ്, മിലിറ്ററി ബേസസ്, അതുപോലെ തന്നെ ഓയിൽ റിഗ്സ്, കോൺസുലേറ്റ്സ്, ഇതെല്ലാം തന്നെ അതത് രാജ്യത്തിന്റെ എംബസീസിന്റെ ഭാഗമാണ്. ഇനി ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഫ്ലൈറ്റുകളുണ്ട്, അല്ലെ? എയർപ്ലെയിൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ രാജ്യത്തിന്റെയാണ്. അപ്പൊ എയർ ഇന്ത്യ ഇപ്പൊ ഇവിടുന്ന് ഒരാള് എയർ ഇന്ത്യയിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് കയറി ദോഹയിലേക്ക് പോകാൻ നിൽക്കും, ഖത്തർ ദോഹയിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് അയാൾ ലാൻഡ് ചെയ്തു, പക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാതെ അയാൾ ആ പ്ലെയിനിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു എന്നിരിക്കട്ടെ. ആ സാധനം അവിടെ ഒരു സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ സാധനം വിൽക്കുക എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്, അല്ലെ? നമ്മൾ പൈസ കൊടുത്തൊരു സാധനം വാങ്ങിക്കുകയാണ്. അപ്പൊ ആ സാധനം വാങ്ങിക്കുന്നത് ഇന്ത്യയുടെ GDP-യുടെ ഭാഗമായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. കാര്യം എന്താ? എയർ ഇന്ത്യ ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റ് ഇപ്പം ദോഹ ഖത്തറിലാണ്, പക്ഷേ എയർ ഇന്ത്യക്ക് അകത്തിരുന്നുകൊണ്ടാണ് അയാൾ അത് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ അത് ഇന്ത്യയുടെ GDP, ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഭാഗമാണ്. നമ്മുടെ GDP-ക്ക് അകത്തായിരിക്കും അത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പം അതുപോലെ എയർപ്ലെയിൻസ്, ഷിപ്പുകളുടെ കാര്യത്തിലും ഇതേ കാര്യം തന്നെയാണ്. ഏത് രാജ്യത്തിന്റെ ആണോ ഓണർഷിപ്പിലുള്ള ഷിപ്പുകളും പ്ലെയിൻസും ആണോ അത് അതാത് രാജ്യത്തിന്റെ തന്നെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഈ സ്പെസിഫൈഡ് പീരീഡ്? ഒരു സ്പെസിഫൈഡ് പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് 1 ഇയർ എന്ന്, അല്ലെ? ഈ 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 ഫിനാൻഷ്യൽ ഇയർ ആണ്. ഒരു വർഷം എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്. എന്താണ് ഫിനാൻഷ്യൽ ഇയർ? ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ എപ്പോൾ മുതലാണ്? അതായത് നമ്മൾ സാമ്പത്തിക വർഷം എന്ന് പറയും, അല്ലെ? അതായത് നമ്മുടെ GDP അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവിധ എക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ബേസിസിലാണ്. അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള പീരീഡ് ആണ് നമ്മൾ നമ്മുടെ ഈ പറയുന്ന GDP, നാഷണൽ ഇൻകം എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു വർഷത്തെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതാണ് 1 ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. സ്പെസിഫൈഡ് പീരീഡ് എന്ന് പറയുന്നത് 1 ഫിനാൻഷ്യൽ ഇയർ ആണ്. ഇനി GDP-യുടെ കേസിൽ നമ്മൾ ഒരു ക്വാർട്ടർ ഡേറ്റ് ആണ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസമാണ്. ഒരു ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസമാണ്. അതായത് 12 മാസമാണ് നമുക്ക് ടോട്ടലി ഉള്ളത്. അങ്ങനത്തെ നമുക്ക് 4 ക്വാർട്ടേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. ഇങ്ങനെ GDP-യുടെ കാര്യം നമ്മൾ ഓരോ ക്വാർട്ടറിലെ ഡേറ്റ ആണ് നമ്മൾ എടുക്കുന്നത്. PSC അടുത്ത കാലത്തായിട്ട് ഈ ക്വാർട്ടറിൽ വരുന്ന GDP ഡേറ്റാസും ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ക്വാർട്ടറിലുള്ള ഡേറ്റാസ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് 4 ക്വാർട്ടറിലാണ് GDP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് 3 മാസത്തെ കാലയളവാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് GDP-യിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് തന്നെ അറിയുന്നു. ഇനി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ന്യൂസിലേക്ക് നമുക്ക് പോവാം. വളരെ റീസെന്റ് ആയിട്ട് വന്ന ഇന്ത്യയെ സംബന്ധിക്കുന്ന നമുക്ക് ഏറെ അഭിമാനം ഉണ്ടാക്കിയ ഒരു ന്യൂസ് ആയിരുന്നു അത്, അല്ലെ? എല്ലാവരും പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ എന്താണ് ആ ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്? According to the recent data from the IMF, India has surpassed Japan to become the world's 4th largest economy by nominal GDP based on market exchange rate. However, purchasing power parity ranking suggests that India has been the 3rd largest economy since 2009. ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്ക് എന്താണ് ഈ ഓരോ ടേംസിന്റെ അർത്ഥം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് കുറച്ചും കൂടി നമുക്ക് ഈസിയാവും. ഇവരെന്താ പറഞ്ഞിരിക്കുന്നത്? IMF-ന്റെ ഡേറ്റ പ്രകാരം ഇന്ത്യ സർപ്പാസ് ജപ്പാനെ മറികടന്നുകൊണ്ട് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ ഇക്കോണമിയായി മാറി. എന്തിന്റെ അടിസ്ഥാനത്തിൽ? മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള നോമിനൽ GDP-യിൽ ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ ലാർജസ്റ്റ് ഇക്കോണമിയാണ്. എന്നാൽ പർച്ചേസിംഗ് പവർ പാരിറ്റി ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ രാജ്യമാണ്, വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഇതെങ്ങനെയാണ്
ഈ മാറ്റം ഇതിന്റെ വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് നോമിനൽ ജി ഡി പിയും റിയൽ ജി ഡി പിയും. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പി അല്ലെ. ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോൾ ഈ നോമിനൽ ജി ഡി പി ആയിരുന്നോ റിയൽ ജി ഡി പി ആയിരുന്നോ നമ്മൾ കറന്റ് ഇയറിന്റെ എടുക്കുന്നത് എന്നൊക്കെ ഒരു സംശയങ്ങൾ നമുക്ക് തോന്നും. അപ്പൊ എന്താണ് ഈ നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പി എന്നുള്ളത് നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അപ്പം വിചാരിക്കാം, ഒരു രാജ്യത്ത് ആകെ ഷൂസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഒരു രാജ്യത്ത് ഷൂസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ 2011-12 കാലയളവിൽ 50 യൂണിറ്റ്സ് ഓഫ് ഷൂസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു ഷൂസിന്റെ വില 500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 50 ഷൂസിന് എത്രയായിരിക്കും? 25,000 രൂപ അല്ലേ? ശരിയല്ലേ? 25,000 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ഷൂസിന്റെ വില 500 രൂപയാണ്. അപ്പൊ 50 ഷൂസിന് എത്രയായിരിക്കും? 50 × 500, അതായത് 25,000. അപ്പം ആ 2011-12 ആ രാജ്യത്തിന്റെ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് 25,000 റുപ്പീസ് ആയിരുന്നു. 2024-25 വന്നപ്പം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ആകെ 32 ഷൂസ് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഷൂസിന്റെ വില എന്ന് പറയുന്നത് 500 രൂപയായിരുന്നിടത്ത് ഇപ്പൊ എത്രയാണ്? 1000 രൂപയായി. ഇപ്പൊ നമ്മുടെ നോമിനൽ ജി ഡി പി ഇവിടെ എത്രയാണ്? 32 × 1000, അതായത് 32,000 റുപ്പീസ് ആണ് നമ്മുടെ നോമിനൽ ജി ഡി പി. അപ്പോൾ ഒറ്റയടിക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? 2011-12 അപേക്ഷിച്ച് നമ്മുടെ ജി ഡി പി ഇവിടെ കൂടി എന്ന് നമുക്ക് തോന്നും അല്ലെ? 2024-25 വർഷം ആയപ്പോഴത്തേക്ക് നമ്മുടെ ജി ഡി പിയിൽ ഒരു കൂടുതൽ കൂടി എന്ന് നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് നിന്ന്. എന്നാൽ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 2011-12 കാലയളവിൽ നമ്മൾ ആകെ പ്രൊഡ്യൂസ് ചെയ്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 50 യൂണിറ്റ്സ് ആണ്. 2024-25 ആയപ്പോഴത്തേക്ക് ഈ 50 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നിടത്ത് നമ്മൾ ഇന്ന് ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന 32 യൂണിറ്റ്സ് ആണ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടെ കുറയുകയാണ് ചെയ്തത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ജി ഡി പി കൂടിയത്? കാരണം സാധനത്തിന്റെ വില കൂടി. സാധനത്തിന്റെ വില കൂടുന്നതിന് നമ്മൾ മറ്റൊരു പേര് പറയുമല്ലോ. എന്താണിത്? ആലോചിച്ച് നോക്കിയൊക്കെ. എന്താണ് നമ്മൾ സാധനത്തിന്റെ വില? നമ്മൾ ഏറ്റവും അധികം ന്യൂസ് പേപ്പറിൽ വായിക്കുന്ന ഒരു ടേം കൂടിയാണിത്. എന്താണത്? അതെ, ഇൻഫ്ലേഷൻ അല്ലെ, പണപ്പെരുപ്പം. ഇൻഫ്ലേഷൻ കാരണമാണ് ഇവിടെ വില കൂടിയത്. അപ്പം 25,000 രൂപയായിരുന്നത് നമ്മുടെ നോമിനൽ ജി ഡി പി 32,000 രൂപയായിട്ട് കൂടിയെന്ന് നമുക്കിവിടെ തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ കൂടുകയാണോ ചെയ്തത്, അതോ ഇനി കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയാണ് കൂടിയത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റിയൽ ജി ഡി പി എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ റിയൽ ജി ഡി പി നമ്മൾ കാണുന്നത്? റിയൽ ജി ഡി പി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024-25 റിയൽ ജി ഡി പി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഈ വർഷം നമ്മൾ ഉൽപ്പാദിപ്പിച്ച, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഷൂസിന്റെ എണ്ണം. എത്ര ഷൂസ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്? നോക്കിക്കേ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 32 ഷൂസ് ആണ്. 32 ഷൂസ്, അതായത് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ 2024-25 പീരീഡിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഷൂസിന്റെ ക്വാണ്ടിറ്റി ഇൻറ്റു ആ ഷൂസിന് 2011-12 പീരീഡിൽ എത്രയായിരുന്നു അതിന്റെ പ്രൈസ് എന്നുള്ളത് നമ്മൾ നോക്കും. ഇവിടെ എത്രയായിരുന്നു അതിന്റെ പ്രൈസ്? നോക്കിക്കേ, എത്രയായിരുന്നു? 2011-12 അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയായിരുന്നു. അതായത് 2024-25 റിയൽ ജി ഡി പി കണ്ടുപിടിക്കണമെങ്കിൽ ആ വർഷം പ്രൊഡ്യൂസ് ചെയ്ത ഷൂസിന്റെ ക്വാണ്ടിറ്റി, ആ വർഷം പ്രൊഡ്യൂസ് ചെയ്ത എത്ര ഷൂസ് ആണ്? 32 ഷൂസ് ആയിരുന്നു ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്തത്. ഇൻറ്റു ആ ഷൂസിന് 2011-12 കാലത്ത് എത്രയായിരുന്നു അതിന്റെ വില? 500 രൂപയായിരുന്നു. അപ്പൊ ഇത് എത്ര കിട്ടും? 16,000 റുപ്പീസ് കിട്ടും. അതായത് 16,000 റുപ്പീസ് ആണ് നമ്മുടെ റിയൽ ജി ഡി പി ഫോർ 2024-25 എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, 2011-12 നമ്മുടെ റിയൽ ജി ഡി പി എത്രയായിരുന്നു? 2011-12 നമ്മുടെ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് 25,000 ആയിരുന്നു. അത് തന്നെയാണ്, കാരണം ഇതൊരു ബേസ് ഇയർ എന്ന് പറയും. എന്താ ബേസ് ഇയർ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ 2011-12 നോമിനൽ ജി ഡി പി 25,000 ആയിരുന്നത് ഇപ്പൊ ഇവിടോട്ട് വന്നപ്പോൾ എത്രയായി? 16,000 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. നമ്മൾ ഒറ്റയടിക്ക് ഇവിടെ നോക്കുമ്പോൾ 25,000-ന് 32,000 ആയിട്ട് കൂടിയെന്ന് നമുക്ക് തോന്നും. എന്നാൽ റിയൽ ജി ഡി പി എടുക്കുമ്പോഴോ ഇവിടെ, അതായത് ഇൻഫ്ലേഷനെ നമ്മൾ കൂട്ടാതെ, ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ജി ഡി പി ആണ് നമ്മൾ റിയൽ ജി ഡി പി എന്ന് പറയുന്നത്. ഇൻഫ്ലേഷൻ എഫക്ട് എത്രയാണ് എന്ന് നമ്മൾ കണക്കാക്കാതെ എടുക്കുന്നതിനെയാണ് നമ്മൾ റിയൽ ജി ഡി പി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 16,000 ആണ് 2024-25 റിയൽ ജി ഡി പി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, എന്തുകൊണ്ടാണ് 2011-12 പീരീഡ് ഇവിടെ എടുത്തിരിക്കുന്നത്? ഞാൻ എന്താ വേറൊരു വർഷം എടുക്കുന്നത് 2011-12 വർഷം എടുത്തിരിക്കുന്നത് എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നാം. ഈ 2011-12 നമ്മൾ ബേസ് ഇയർ അഥവാ അടിസ്ഥാന വർഷം എന്ന് പറയും. ബേസ് ഇയർ എന്ന് പറയും. എന്താ ഈ ബേസ് ഇയർ എന്ന് വെച്ചാൽ? ബേസ് ഇയർ എന്താണെന്ന് അറിയോ? ബേസ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം അധികം
വലിയ പണപ്പെരുപ്പോ ഒന്നും ഇല്ലാത്ത, അധികം വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാത്ത, ഇപ്പൊ എന്തെങ്കിലും വെള്ളപ്പൊക്കം കാരണോ ഡ്രൗട്ട് കാരണോ അങ്ങനത്തെ വലിയ കലാമിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു വർഷം, ആ വർഷത്തെ നമ്മളൊരു അടിസ്ഥാന വർഷമാക്കി എടുത്തിട്ട് അന്നത്തെ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറ്റു വർഷങ്ങളിലെ റിയൽ ജി ഡി പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വർഷത്തെ ബേസ് ഇയർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ബേസ് ഇയർ എന്ന് വെച്ചാൽ എന്താ, ഒരു അടിസ്ഥാന വർഷം, അതായത് വലിയ സാധനങ്ങളുടെ വില വലുതായിട്ട് കൂടാത്ത, വലിയ വരൾച്ചയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ മഴയോ ഭൂമി ഒഴുക്കോ ഒന്നും ഇല്ലാത്ത, വലിയ വലിയ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരു വർഷത്തെ നമ്മൾ എടുത്തിട്ട് ആ വർഷത്തെ പ്രൈസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ മറ്റു വർഷങ്ങളിലെ പ്രൈസുകൾ തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രയും നാൾ, നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും നാൾ 2011-12 ആയിരുന്നു ബേസ് ഇയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ 2023-24 ആയിരിക്കും ഇനിയത്തെ ബേസ് ഇയർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കമ്പനി ബോർഡ് എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ ജി ഡി പി ഡേറ്റ 2023-24 ഈ വർഷത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. കാര്യം ഇതാണ് നമ്മുടെ ന്യൂ ബേസ് ഇയർ എന്ന് പറയുന്നത്. അത് അടുത്ത വർഷം മുതലേ അത് വരത്തുള്ളൂ. അതായത് ഇപ്പോഴത്തെ നിലവിലെ ജി ഡി പി ഡേറ്റ എന്ന് പറയുന്നത് 2011-12 ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉള്ളതായിരിക്കും. അപ്പൊ ബേസ് ഇയർ കോൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബാക്ക് അടിച്ചു നോക്കി ആ കോൺസെപ്റ്റ് ഒന്നും കൂടി ഒന്ന് തറവാക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ വർഷത്തെ ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത്, എന്താണ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരു ചേഞ്ച്, അതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ റിയൽ ജി ഡി പി എന്താണ്, നോമിനൽ ജി ഡി പി എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് ബേസിക് കാര്യങ്ങൾ നോക്കാം. റിയൽ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഡി പി അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ, അതായത് ഇൻഫ്ലേഷന്റെ ഇഫക്റ്റ് എന്താണോ അത് റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ജി ഡി പി ആണ് നമ്മൾ റിയൽ ജി ഡി പി എന്ന് പറയുന്നത്. റിയൽ ജി ഡി പി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് പ്രൈസ്, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബേസ് ഇയർ അല്ലെ. കോൺസ്റ്റന്റ് പ്രൈസിനെയാണ് നമ്മൾ ബേസ് ഇയർ, ഒരു വർഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു പ്രൈസ്, ആ വർഷത്തെയാണ് നമ്മൾ കോൺസ്റ്റന്റ്, ആ വർഷത്തെ പ്രൈസിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസ് ഇയർ പ്രൈസ് എന്ന് നമുക്ക് പറയും. നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് എന്താണ്, കറന്റ് പ്രൈസസ്, ഇപ്പോൾ നിലവിലുള്ള പ്രൈസിലുള്ള ജി ഡി പിന്നെയാണ് നമ്മൾ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോമിനൽ ജി ഡി പിക്കകത്ത് എന്തുണ്ട്, ഇൻഫ്ലേഷനും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇൻഫ്ലേഷനും കൂടി, ഇൻഫ്ലേഷൻ എഫക്റ്റും കൂടി ഉള്ളതിനെയാണ് നമ്മൾ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത്. അപ്പൊ നോമിനൽ ജി ഡി പിക്കകത്ത് ഇൻഫ്ലേഷൻ എഫക്റ്റ് കൂടിയുണ്ട്. എന്നാൽ റിയൽ ജി ഡി പിക്കകത്തോ ഇൻഫ്ലേഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലെ. ഇൻഫ്ലേഷന്റെ എഫക്റ്റ് അതിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഇനി നേരത്തെ ഒരു നമ്മൾ കണ്ട ന്യൂസ് റിപ്പോർട്ടിൽ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഇന്ത്യ 4th ലാർജസ്റ്റ് ഇക്കോണമി ഇൻ നോമിനൽ ജി ഡി പി ആൻഡ് മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെ. അപ്പൊ എന്താണ് ഈ മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്? അപ്പൊ എല്ലാ രാജ്യങ്ങളും അവരുടെ ജി ഡി പി മെഷർ ചെയ്യുന്നത്, അവരുടെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരവരുടെ കറൻസിയിലായിരിക്കും അല്ലെ. അവരവരുടെ കറൻസിയിലായിരിക്കും എല്ലാ രാജ്യങ്ങളും അവരുടെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ എല്ലാവരും അവരവരുടെ കറൻസിയിൽ തന്നെ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ എങ്ങനെയാണ് രാജ്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്? അപ്പൊ രാജ്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ നമുക്കൊരു കോമൺ യൂണിറ്റ് വേണം അല്ലെ. നമ്മളിപ്പം എല്ലാ സാധനവും എന്താണ് എസ് ഐ യൂണിറ്റ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് വേണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എസ് ഐ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ രാജ്യങ്ങളുടെ ജി ഡി പി കമ്പയർ ചെയ്യാൻ നമുക്കൊരു കോമൺ യൂണിറ്റ് വേണം. ആ കോമൺ യൂണിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ്, ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഏത് കറൻസിയിലാണോ ആ കറൻസിയുടെ ബേസിസിലായിരിക്കും ഓരോ രാജ്യത്തെയും ജി ഡി പി നമ്മൾ പറയും. ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഏതിന്റെ കറൻസിയിലാണ്? അതെ, US ഡോളറിൽ തന്നെയാണ് ലോകത്തെ ഏറ്റവും അധികം വ്യാപാരങ്ങൾ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ, നമ്മുടെ രാജ്യത്തെ ജി ഡി പിയെ നമ്മൾ US ഡോളറിലേക്ക് മാറ്റും. അതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്ത് നമുക്ക് എത്ര രൂപ കൊടുത്താൽ ഒരു ഡോളർ കിട്ടും, എത്ര രൂപ കൊടുത്താൽ മറ്റൊരു രാജ്യത്തിന്റെ കറൻസി നമുക്ക് കിട്ടും, അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് അഥവാ മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോമിനൽ ജി ഡി പി മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റും നോമിനൽ ജി ഡി പി പർച്ചേസിംഗ് പവർ പാരിറ്റി അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പൊ ആദ്യം ഇത് നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഒരു ഡോളർ എന്ന് വെച്ചാൽ 80 രൂപയാണെന്ന് വെക്കാം. അതായത് നിങ്ങൾ 80 രൂപ കൊടുത്താലേ നിങ്ങൾക്ക് ഒരു ഡോളർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നേരത്തെ എക്സാമ്പിളിൽ നമ്മുടെ നോമിനൽ ജി ഡി പി എത്രയായിരുന്നു? 2024-25 വർഷത്തെ നോമിനൽ ജി ഡി പി എത്രയായിരുന്നു? ഓർക്കുന്നുണ്ടോ? അതെ, 32,000 രൂപയായിരുന്നു നമ്മുടെ നോമിനൽ ജി ഡി പി. അപ്പോൾ ഒരു ഡോളർ എന്ന് വെച്ചാൽ 80 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മൾ ഡോളർ ടേംസിലേക്ക് ആക്കുമ്പോൾ എത്ര നമുക്ക് കിട്ടും? 32,000 ഡിവൈഡഡ് ബൈ 80, അതായത് 400 രൂപയാണ്, 400 ഡോളറാണ് ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. മനസ്സിലായോ? ഒന്നുകൂടി പറയണോ? $1 എന്ന് പറഞ്ഞാൽ 80 റുപ്പീസ് ആണ്. അതായത് നിങ്ങൾക്ക് 80 രൂപ കൊടുത്താലേ നിങ്ങൾക്ക് ഒരു ഡോളർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന്റെ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് 32,000 രൂപയാണെങ്കിൽ അത് ഡോളർ ടേംസിൽ എത്രയായിരിക്കും? $400 ആയിരിക്കും നിങ്ങളുടെ നോമിനൽ ജി ഡി പി മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ 4th ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറിയത്.
അതായത് ജപ്പാനെ മറികടന്നുകൊണ്ട് ഇന്ത്യ 4th ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറിയത് ഈ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം 32,000 അല്ല ഇന്ത്യയുടെ GDP, പക്ഷെ ഇതൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇങ്ങനെയാണ് നോമിനൽ GDP ആൻഡ് മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ നോക്കുന്നത്. ഇനി എന്താണ് നോമിനൽ GDP ആൻഡ് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത്? അതായത് നിങ്ങൾക്ക് ഒരു സാധനം ഇന്ത്യയിലും വാങ്ങണം, US-ലും വാങ്ങണം. ആ സാധനത്തിന് നിങ്ങൾ ഇന്ത്യയിൽ എത്ര രൂപ കൊടുക്കും, അതേ സാധനത്തിന് നിങ്ങൾ US-ൽ എത്ര രൂപ കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പർച്ചേസിംഗ് പവർ പാരിറ്റി ടേംസിന് നോമിനൽ GDP കാൽക്കുലേറ്റ് ചെയ്തത്. അതായത് ഇപ്പൊ ഇവിടെ $1 എന്ന് പറയുന്നത് 80 രൂപ തന്നെയാണെന്ന് വെക്കാം. US-ൽ ഒരു ചായയുടെ വില, US-ൽ ഒരു ചായക്ക് വില $1 ആണ്. ഇന്ത്യയിൽ ഒരു ചായയുടെ വില 10 രൂപയാണ്. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും $1 US-ന് ഇന്ത്യയിലേക്ക് വന്നെന്ന് വെക്കാം. അയാൾക്ക് എന്താണെങ്കിലും ഇവിടെ ഡോളർ കൊടുത്ത് ചായ വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആദ്യം അയാൾ ആ ഡോളറിനെ മാറ്റി ഇന്ത്യൻ കറൻസി ആക്കും അല്ലെ. അപ്പൊ $1 വന്നത്, ആ $1 മാറ്റി ഇന്ത്യൻ കറൻസി ആക്കിയപ്പോൾ അയാളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 80 രൂപയുണ്ട്. ഈ 80 രൂപ കൊടുത്ത് അയാൾക്ക് എത്ര ചായ ഇന്ത്യയിൽ വാങ്ങിക്കാൻ പറ്റും? 80 രൂപയ്ക്ക് അയാൾക്ക് 8 കപ്പ് ചായ അയാൾക്ക് ഇന്ത്യയിൽ കിട്ടും. 8 കപ്പ് ചായ അയാൾക്ക് 80 രൂപ കൊണ്ട് അയാൾക്ക് ഇന്ത്യയിൽ വാങ്ങിക്കാൻ പറ്റും. അതേ സമയത്ത് അയാൾക്ക് US-ൽ ആകെ $1 ആണ്. US-ൽ അതിന്റെ വില $1 ആണ്. $1 കൊടുത്ത് 1 കപ്പ് ചായ അയാൾക്ക് അവിടെ കിട്ടത്തുള്ളൂ. പക്ഷെ അയാൾ ഇന്ത്യയിൽ വന്നപ്പോൾ ആ $1 അയാൾ കൺവേർട്ട് ചെയ്തു, ഇന്ത്യൻ കറൻസി ആക്കി മാറ്റിയപ്പോൾ അയാളുടെ കയ്യിൽ ഇപ്പോൾ 80 രൂപയാണ്. ഇവിടെ ചായക്ക് എത്രയാണ് വില? ഇവിടെ ചായക്ക് ആകെ 10 രൂപയുള്ളൂ. അപ്പൊ ആ 80 രൂപ വെച്ചിട്ട് അയാൾക്ക് 8 കപ്പ് ചായയാണ് ഇവിടെ വാങ്ങിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ $1 = 80 rupees എന്ന മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് അല്ല നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇവിടെ നമ്മൾ എടുക്കുന്ന $1 = 10 rupees എന്ന കണക്കാണ്. എന്തുകൊണ്ടാണിത്? കാരണം നിങ്ങൾക്ക് ഒരു കപ്പ് ചായ നിങ്ങൾക്ക് ഇന്ത്യയിൽ വാങ്ങിക്കുന്നതിന് നിങ്ങൾ എത്ര രൂപ കൊടുക്കണം, അതിന് നിങ്ങൾ അതേ കപ്പ് ചായക്ക് US-ൽ നിങ്ങൾ എത്ര രൂപ കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരേ സാധനത്തിന് നിങ്ങൾ ഇന്ത്യയിൽ എത്ര രൂപ കൊടുക്കണം, അതേ സാധനത്തിന് നിങ്ങൾ മറ്റൊരു രാജ്യത്ത് എത്ര രൂപ കൊടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ $1 = 10 rupees എന്ന കണക്കാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് നമ്മുടെ നോമിനൽ GDP എന്ന് പറയുന്നത്? 32,000 രൂപ. നേരത്തെ പോലെ തന്നെ 32,000 ആണ് നമ്മുടെ നോമിനൽ GDP. ഈ നോമിനൽ GDP ഡിവൈഡഡ് ബൈ ഇതിനെ നമ്മൾ എങ്ങനെ ഡോളർ ടേംസിലാക്കും? നേരത്തെ നമ്മൾ 80 രൂപ എന്നാണ് എടുത്തത്. 80 എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് അല്ലെ. നമ്മൾ ഇനി മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് അല്ല എടുക്കുന്നത്, നമ്മൾ ഒരേ സാധനത്തിന് എത്ര വില ഇന്ത്യയിലും US-ലും കൊടുക്കുന്നു, അതാണ് നമ്മൾ എടുക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 32,000 ഡിവൈഡഡ് ബൈ 10 ആണ് നമ്മുടെ നോമിനൽ GDP ആൻഡ് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. അതായത് $3,200 ആണ് നമ്മുടെ നോമിനൽ GDP ആൻഡ് പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ $400 ആണ് ഇന്ത്യയുടെ GDP എങ്കിൽ ഇവിടെ വന്നപ്പോഴോ പർച്ചേസിംഗ് പവർ പാരിറ്റി ടേംസിൽ വന്നപ്പോൾ $3,200 ആയി ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വ്യത്യാസമുണ്ട് കണ്ടോ, ഇത്രയും വ്യത്യാസം ഇവിടെ ഉണ്ട്. ഈ വ്യത്യാസം കൊണ്ടാണ് ഈ നോമിനൽ GDP ആൻഡ് പർച്ചേസിംഗ് പവർ പാരിറ്റി ടേംസിൽ ഇന്ത്യ 3rd ലാർജസ്റ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇപ്പം മുതലല്ല, സിൻസ് 2009 മുതൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണെന്നാണ് പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നോമിനൽ GDP ആൻഡ് പർച്ചേസിംഗ് പവർ പാരിറ്റി ടേംസ്. അത് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നെന്ന് മനസ്സിലായല്ലോ. അതായത് ഇന്ത്യയിലെ സാധനങ്ങൾക്ക് വില കുറവാണ്. വെൻ കമ്പയർഡ് ടു US, ഇന്ത്യയിലെ സാധനങ്ങളുടെ വില കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വ്യത്യാസം വരുന്നത്. നിങ്ങൾ ഓർക്കണം, നമ്മൾ യഥാർത്ഥ കാൽക്കുലേഷനിൽ വരുമ്പോൾ നമ്മൾ ഒരു കപ്പ് ചായയുടെ വില മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് എന്നാണ്. അതായത് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങൾ നമ്മളൊരു ബാസ്ക്കറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ബാസ്ക്കറ്റിന് ഇന്ത്യയിൽ എത്ര രൂപ ആകും, ആ അതേ ബാസ്ക്കറ്റിന് US-ൽ എത്ര രൂപയാകും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും നമ്മൾ പർച്ചേസിംഗ് പവർ പാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കോൺട്രവേഴ്സി ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഈ വ്യത്യാസം എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. കാര്യം അത് റീസെന്റ് ആയിട്ട് വന്നൊരു കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട്. ഇനി ഇത്രയും പറഞ്ഞതുകൊണ്ട് വളരെ ചെറിയൊരു കോൺസെപ്റ്റ് കൂടിയുണ്ട്, അതാണ് GDP ഡിഫ്ലേറ്റ്. എന്താ ഈ GDP ഡിഫ്ലേറ്റ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ നാട്ടിലെ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് GDP ഡിഫ്ലേറ്റർ എന്നത്. GDP ഡിഫ്ലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സർവീസസിന്റെയും അതിന് വരുന്ന വിലയുടെ വ്യത്യാസം, അതിൽ വരുന്ന വിലയുടെ മാറ്റങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട്, അതിനെയാണ് നമ്മൾ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അതായത് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് GDP ഡിഫ്ലേറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. ഇതാണ് GDP ഡിഫ്ലേറ്ററിന്റെ ഫോർമുല. നമുക്ക് നോക്കാം, നോമിനൽ GDP എത്രയായിരുന്നു? 32,000 ആയിരുന്നു നമ്മുടെ നോമിനൽ GDP എന്ന് പറയുന്നത് അല്ലെ. റിയൽ GDP 2024-25 റിയൽ GDP എത്രയായിരുന്നു? ആ കണക്കൊന്ന് ഓർത്ത് നോക്കിക്കുക, എത്രയായിരുന്നു? 16,000 ആയിരുന്നു അല്ലെ.
16,000 into 100, അതായത് എത്ര വരും? 200 നിങ്ങളുടെ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 200 GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താ? ഒരു സാധനത്തിന്റെ വില, അതായത് 100% അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് അല്ലെ. ഒരു സാധനത്തിന്റെ വില 100% കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു സാധനത്തിന്റെ വില 100% വില അതിന്റെ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? അതായത് ഇപ്പൊ ഒരു സാധനത്തിന്റെ പ്രൈസ് 100 രൂപ ഉള്ള ഒരു സാധനം, ആ സാധനത്തിന്റെ 100% വില കൂടി എന്ന് വെച്ചാൽ 100% ഓഫ് 100 അല്ലെ. 100 രൂപ വിലയുള്ള സാധനത്തിന്റെ 100% വില കൂടി. അപ്പൊ എത്ര കിട്ടുന്ന? 100. മുമ്പുണ്ടായിരുന്ന 100 രൂപയുടെ കൂടെ നമ്മൾ ഈ 100 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വില എന്ന് വെച്ചാൽ 200. അതായത് വില ഇരട്ടിച്ചു. 100 രൂപ വില ഉണ്ടായിരുന്ന ഒരു സാധനത്തിന്റെ വിലയാണ് 100% കൂടിയത്. അപ്പൊ അതായത് അതിന്റെ വില ഇരട്ടിച്ചു. മുമ്പ് 100 ആയിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ വില 200. അപ്പൊ ഇവിടെ GDP ഡിഫ്ലേറ്റഡ് 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ 100% വില കൂടിയത്. അതായത് 200 രൂപ GDP ഡിഫ്ലേറ്റഡ്, 200 GDP ഡിഫ്ലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ റിയൽ GDPയെ സംബന്ധിച്ച് നോമിനൽ GDP ഇരട്ടിയാണ്. അതായത് സാധനങ്ങളുടെ വില ബേസ് ഇയറിനെ അപേക്ഷിച്ച് കറണ്ട് ഇയറിൽ അതിന്റെ വില ഇരട്ടിയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ GDP ഡിഫ്ലേറ്റർ ഉപയോഗിച്ച് ഇൻഫ്ലേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് ഈ GDP ഡിഫ്ലേറ്ററിന്റെ വില 150 ആയിരുന്നുവെങ്കിൽ, ഇപ്പൊ നമുക്ക് 200 വന്നത്, 150 ആയിരുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വില 50% പ്രൈസ് കൂടി, 50% വില കയറ്റം ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ ഇംപ്ലിക്കേഷൻ. അത് ബേസ് ഇയറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ റിയൽ GDPയെ സംബന്ധിച്ച് നോമിനൽ GDP 50% കൂടി. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ആയതുകൊണ്ട് നമ്മുടെ ബേസ് ഇയറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ റിയൽ GDPയെ സംബന്ധിച്ച് നോമിനൽ GDP എന്ന് പറയുന്നത് ഇരട്ടിയാണ്, വില ഇരട്ടിയായിട്ട് കൂടി എന്നുള്ളതാണ് ഇതിന്റെ ഇംപ്ലിക്കേഷൻ. ഇനി ഇത്രയും നേരം നമ്മൾ കോൺസെപ്റ്റ്സ് ആണ് പഠിച്ചത്. ഇനി നമുക്ക് കുറച്ച് ഫാക്ച്വൽ ഡേറ്റയും കൂടി ആവശ്യമായിട്ടുണ്ട്. കാരണം PSC അടുത്ത കാലത്തായിട്ട് ഒരുപാട് ക്വാർട്ടർ ഡേറ്റാസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ GDP ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഫാക്ട്സും കാര്യങ്ങളും ചോദിച്ചു വരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നമ്മുടെ GDP ബേസ് ഇയർ അടിസ്ഥാന വർഷത്തിന് വന്ന ഒരു മാറ്റമുണ്ട്. ഇന്ത്യയിലെ ഒരുപാട് സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെ കറണ്ട് അഫയേഴ്സ് വളരെ റെലവെന്റ് ആണ്. ഇന്ത്യയുടെ കറണ്ട് GDP എന്ന് പറയുന്നത് 39,12,686.17 കോടി രൂപയാണ്. 2024 കണക്കാണ്. അതായത് ഏകദേശം എന്ന് പറയുന്നത് 3.91 ട്രില്യൺ റുപ്പീസ് ആണ് നമ്മുടെ കറന്റ്ലി നമ്മുടെ റിയൽ GDP എന്ന് പറയുന്നത്. 2025 ആകുമ്പോഴത്തേക്കും, അതായത് 2025 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ GDP എന്ന് പറയുന്നത് 4.187 ട്രില്യൺ US ഡോളറായി മാറുമെന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. 2025-26 ആദ്യ ക്വാർട്ടറിൽ നമ്മുടെ റിയൽ GDP എന്ന് പറയുന്നത് 47.89 ലക്ഷം കോടി രൂപയായിരുന്നു. അത് തന്നെ കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാർട്ടർ, ആദ്യ ക്വാർട്ടറിലെ ഡേറ്റ എന്ന് പറയുന്നത് 44.42 lakh crore റുപ്പീസ് ആയിരുന്നു. ഇത് എന്തുകൊണ്ട് ഇത്രയും സ്പെസിഫിക് ആയിട്ട് ക്വാർട്ടർ ഡേറ്റ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അറിയണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ആദ്യ ക്വാർട്ടറിൽ നമ്മുടെ GDP കൂടിയോ കുറഞ്ഞോ, ആ ട്രെൻഡ് എന്താണ്? നിങ്ങൾ ഈ വാല്യൂസ് അല്ല നിങ്ങൾ അവിടെ നോക്കേണ്ടത്. നമ്മുടെ GDP ആ ഫസ്റ്റ് ക്വാർട്ടറിൽ നമ്മുടെ GDP കൂടിയോ കുറഞ്ഞോ. ഇപ്പൊ നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം നമ്മുടെ GDP കൂടുതലായിരിക്കും. എന്നാൽ ചില സമയത്ത് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ക്വാർട്ടറിൽ നമ്മുടെ GDP കൂടി, എന്നാൽ ഈ വർഷത്തെ സെക്കൻഡ് ക്വാർട്ടറിൽ എവിടെയെങ്കിലും ഒരു വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വരൾച്ചയോ ഒക്കെ വന്നതുകൊണ്ട് GDP കുറഞ്ഞാൽ അതിനർത്ഥം കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ക്വാർട്ടറിൽ GDP കൂടി, ഈ വർഷത്തെ സെക്കൻഡ് ക്വാർട്ടറിൽ GDP കുറഞ്ഞു എന്നുള്ളൊരു ഡേറ്റയും കൂടി അവിടെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഈ വാല്യൂസിനെല്ലാം അവിടെ ഇമ്പോർട്ടൻസ്, ആ ട്രെൻഡ് എന്താണ് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2024-25 വർഷത്തെ ആദ്യ ക്വാർട്ടറിൽ 44.42 lakh കോടി ആയിരുന്നത് ഈ വർഷത്തെ ആദ്യ ക്വാർട്ടറിലായപ്പോൾ 47.89 lakh crores റുപ്പീസ് ആയിട്ട് കൂടി. ഓക്കെ, അപ്പൊ ആ ക്വാർട്ടർ ഡേറ്റയും കഴിഞ്ഞ വർഷങ്ങളിൽ ആ ക്വാർട്ടർ ഡേറ്റ, അതുപോലെ തന്നെ ഓരോ സെക്ടേഴ്സിനും ഉള്ള കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതായത് ഏകദേശം 7.8% ഒരു ഗ്രോത്ത് റേറ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രോത്ത് റേറ്റ് എത്രയാണ് എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്ത്യ remains the world's fastest major economy and is the only country projected to grow over 6% annually for the next few years. അതായത് ലോകത്തെ മറ്റൊരു രാജ്യത്തിനും ഈ 6% ഗ്രോത്ത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സമ്പദ് വ്യവസ്ഥയും കൂടിയാണ് ഇന്ത്യയുടേത്. അതുപോലെ ബ്രസീലിൻ്റെതും അങ്ങനെ തന്നെയാണ്, വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമീസ് തന്നെയാണ്. പക്ഷേ ഈ 6% ഗ്രോത്ത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. ഇന്ത്യ 4th ലാർജസ്റ്റ് ഇക്കോണമി ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് മുമ്പുള്ള ഏതൊക്കെ കൺട്രീസ് ആണ് ഏറ്റവും ലാർജസ്റ്റ് ഇക്കോണമീസ് എന്ന് പറയുന്നത്? ഏറ്റവും പ്രധാനം നമ്മുടെ US ഉണ്ട്, ചൈനയുണ്ട്, പിന്നെ ഏതാണ്? ജർമ്മനിയുണ്ട്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് 2028-30 അകത്ത് വെച്ച് നമ്മൾ ജർമ്മനിയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ലോകത്തിലെ 3rd ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറുമെന്നുള്ളത്. ഒരു 2027 ആകുമ്പോഴത്തേക്ക് ഒരു 5 ട്രില്യൺ
ഇക്കോണമി ആയിട്ട് മാറും എന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്. കറന്റ് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 6% ആണ്. ഈ ഒരു ഗ്രോത്ത് റേറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ 2028-30 ആ ഒരു പീരീഡ് ആകുമ്പോഴത്തേക്ക് 7.3% ഗ്രോത്ത് റേറ്റ് ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഇനി മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ബേസ് ഇയർ എന്ന് പറയുന്ന അടിസ്ഥാന വർഷം, ഒരു പെർട്ടിക്കുലർ ഇയറിനെ നമ്മൾ ബേസ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ആ വർഷത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മറ്റു വർഷങ്ങളിലെ സാധനങ്ങളുടെ വില നമ്മൾ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും നാള് 2011-12 ആയിരുന്നു നമ്മുടെ ബേസ് ഇയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അടുത്ത വർഷം തൊട്ട് പുതിയ ബേസ് ഇയർ ആണ് വരാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പരീക്ഷ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ ആ സമയത്ത് ക്വാർട്ടർ ഏതാണോ ആ ക്വാർട്ടറിലെ പുതിയ GDP ബേസ് ഇയറിനെ സംബന്ധിക്കുന്ന ഡേറ്റ ആയിരിക്കും നിങ്ങൾക്ക് വരിക. 2022-23 ആണ് ന്യൂ ബേസ് ഇയർ എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ക്വാർട്ടറിൽ, അതായത് 2026 തൊട്ട് 2026 ഏപ്രിൽ മുതൽ വരുന്ന GDP ഡേറ്റ എന്ന് പറയുന്നത് 2022-23 വർഷത്തെ അടിസ്ഥാനമാക്കിയുള്ള GDP ആയിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, ആ ഒരു മാറ്റം നിങ്ങൾ അറിയണം. ഇനി ആരാണ് ഇന്ത്യയിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. ഒരു പക്ഷേ നിങ്ങൾ ഇതിനെ മുമ്പ് CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവാം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ്. ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും നമ്മുടെ NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനും കൂടി മെർജ് ചെയ്തിട്ട് 2019 മുതൽ ഇപ്പോൾ അത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസായിട്ട് മാറി. അപ്പോൾ ഇവിടെ GDP ഡേറ്റയും അതുപോലെ എല്ലാ നാഷണൽ ഇൻകത്തിന്റെ ഡേറ്റയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ്. ഇത് ഏതിന്റെ കീഴിൽ വരുന്നതാണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ഇവരുടെ കീഴിലാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് വരുന്നത്. CSO അല്ല, നിലവിൽ അത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ്. ഓക്കെ, ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയെങ്കിലും നമ്മുടെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് വളരെ കുറവാണ്. ആകെ 2711 മാത്രമാണ്, $7 ആണ് 2024 പീരീഡിൽ നമ്മുടെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത്. അപ്പൊ പെർ ക്യാപിറ്റ GDP എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ടോട്ടൽ GDP ഡിവൈഡഡ് ബൈ പോപ്പുലേഷനെയാണ് നമ്മൾ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത്. അതായത് ഓരോ വ്യക്തിക്കും GDPയുടെ എത്ര ശതമാനമാണ് കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഇത്രയും വലിയ രാജ്യമായിട്ട്, ഇത്രയും വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിട്ടും നമ്മുടെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് വളരെ ലോ ആണ്. ഇറ്റ്സ് ഓൺലി $2,711 in 2024. അപ്പൊ മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം നമ്മൾ 144th ആണ്. നമ്മുടെ റാങ്കിംഗ് എന്ന് പറയുന്നത് 144ാമത്തെ റാങ്കിങ്ങിലാണ് ഇന്ത്യ കിടക്കുന്നത്. പർച്ചേസിംഗ് പവർ പാരിറ്റി ടേംസിലാണെങ്കിൽ 127ാമത്തെ റാങ്ക് ആണ് ഔട്ട് ഓഫ് 196 കൺട്രീസ്. അതായത് നമ്മളെക്കാളും മുകളിൽ വിയറ്റ്നാം പോലുള്ള കൺട്രീസ് എല്ലാം ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ GDP, എന്തുകൊണ്ടാണ് നമ്മുടെ പെർ ക്യാപിറ്റ GDP ഇത്ര ലോ ആയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്, നമ്മുടെ GDP ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 6% റേറ്റിന് നമ്മുടെ GDP ഓരോ വർഷവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 2030 ആകുമ്പോഴത്തേക്ക് 7% വളർച്ച നമുക്ക് ഉണ്ടാവും. പക്ഷെ എന്നാലും ഈ 196 കൺട്രീസിൽ 144th റാങ്ക് 127th റാങ്ക് ഒക്കെ കിട്ടുന്ന അത്രയും ലോ ആണ് നമ്മുടെ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മുടെ പെർ ക്യാപിറ്റ GDP ഇത്ര ലോ ആവാനുള്ളത്? എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണെന്ന് കാരണം? അതെ, നമ്മുടെ പോപ്പുലേഷൻ ഇസ് ആക്ച്വലി ഇൻക്രീസിങ്. GDP കൂടുന്നതിനൊപ്പം തന്നെ നമ്മുടെ പോപ്പുലേഷൻ ഇസ് ഓൾസോ ഇൻക്രീസിങ്. അപ്പൊ അതുകൊണ്ടാണ് GDP ബൈ പോപ്പുലേഷനെയാണ് നമ്മൾ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത്. അതായത് എത്രമാത്രം GDPയുടെ എത്ര ഷെയർ ആണ് ഓരോ ഇൻഡിവിജ്വൽസിനും കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത്. അപ്പൊ GDP കൂടുന്നതിനനുസരിച്ച് പോപ്പുലേഷനും കൂടിക്കൊണ്ടിരുന്ന ഈ വാല്യൂ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പെർ ക്യാപിറ്റ GDP കുറയുന്നത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് GDP എന്നുള്ളത് നമ്മൾ നോക്കി. റിയൽ GDP ആൻഡ് നോമിനൽ GDP എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് നോമിനൽ GDP മാർക്കറ്റ് എക്സ്ചേഞ്ച് റേറ്റിലും പർച്ചേസിംഗ് പവർ പാരിറ്റി ടേംസിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കി. GDP ഡിഫ്ലേറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നോക്കി. എങ്ങനെയാണ് GDP ഡിഫ്ലേറ്റർ ഉപയോഗിച്ച് ഇൻഫ്ലേഷൻ മെഷർ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. എങ്ങനെയാണ് കൺട്രീസിന്റെ GDP ഡേറ്റാസിനെ കമ്പയർ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി. ഇന്ത്യ എന്തുകൊണ്ടാണ് 4th ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് മാറിയെന്ന് നോക്കി. അതുപോലെ തന്നെ GDP ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ഫാക്ട്സും നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു. അപ്പൊ ഇത് GDP എന്ന് പറയുന്നത് നാഷണൽ ഇൻകം കോൺസെപ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് മാത്രമാണ്. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് ഒരുപാട് ടോപ്പിക്സുകളുണ്ട്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഉണ്ട്, നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉണ്ട്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഉണ്ട്, ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഡെപ്രിസിയേഷൻ, മാർക്കറ്റ് പ്രൈസ്, ഇൻഡയറക്ട് ടാക്സസ്, അങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് കോൺസെപ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് PSC എക്സാംസിന്. അപ്പോൾ ആ ഒരു ടോപ്പിക്സുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.